ധ്യാനം തീരുന്ന ദിവസം എൻ്റെ മനസ്സിലൊരു ചിന്ത, പോകുന്നതിന് മുമ്പ് ഇയാൾക്കൊട്ടൊരു അടിയെങ്കിലും കൊടുക്കണം. ആള് ബഹുമാനപ്പെട്ട പനക്കിലച്ഛനാണ്. അന്ന് നമ്മൾ അച്ഛനേതാ കപ്പിയാരേതാ നമുക്ക് കാട്ടുകോഴിക്ക് എന്ത് ചങ്കരാതി എന്ന് ചോദിച്ച പോലെ അത് അച്ഛനെയൊന്നും നമ്മുടെ തലയില്ല. എന്നെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, അത് മാത്രമേ എൻ്റെ കണ്ണിലേ ഉള്ളൂ. അപ്പം അച്ഛനാണോ ബഹുമാനിക്കേണ്ട ആളാണെന്നൊന്നും അന്നേരം തലയിലില്ല. ഞാൻ എന്തായാലും രാത്രി 12 മണിക്ക് എന്തായാലും കൊടുത്തിട്ട് ഒറ്റ അടിയെങ്കിലും കൊടുത്ത്, ഒരു ബോധം കെടുന്ന ഒരു അടിയെങ്കിലും കൊടുത്തിട്ട് വേണം പോകാമെന്നുള്ള കണ്ടീഷനാണ് അച്ഛൻ്റെ മുറിയിലേക്ക് പോവുക. അങ്ങനെ അച്ഛൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അന്ന് ഏകദേശം 10-200 ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് ക്യൂ നിൽക്കുകയാണ് അച്ഛനെ കാണാൻ വേണ്ടി. 12 മണിയൊക്കെ കഴിഞ്ഞു. ആ 12 മണി രാത്രി 12 മണി കഴിയുന്ന സമയത്ത് ക്യൂ നീണ്ടു നിൽക്കുക. പെട്ടെന്നൊരു പ്രേക്ഷകനോട് വന്നേച്ച് പറഞ്ഞു, അച്ഛന് നാളെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം, ഇനി നാളെ ബാക്കി ആൾക്കാരെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ റൂമിനകത്തുനിന്ന് വിളിച്ച് പറയുകയാണ്, ഒരു 10 പേരെ കയറ്റി വിടും. അങ്ങനെ 10 പേരെ ഈ റൂമിലേക്ക് കയറ്റി വിട്ടപ്പോൾ കുറേ ആൾ റൂമിൽ കയറുന്നു, കഥ അടയ്ക്കുന്നു, പുറത്തേക്ക് പോകുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ കയറുന്നു, കഥ അടയ്ക്കുന്നു, പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ 2-3 ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊരു പയ്യൻ, അവനും ഇതിനകത്ത് കയറി. അവൻ അങ്ങോട്ട് പോയ പോലെയല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അവൻ നല്ല ഉഷാറായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അവനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എടാ അതിനകത്ത് എന്താ പരിപാടി, എന്തെങ്കിലും മാജിക് വല്ലതും കാണിക്കുന്നതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറയുകയാണ്, കൈയൊക്കെ കൂപ്പിയിട്ട് എന്നോട് പറയുകയാണ്, ഭയങ്കര അത്ഭുതമായി ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി. ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാനും കയറാം. അങ്ങനെ ഈ അച്ഛൻ കാണിക്കുന്ന തട്ടിപ്പ് കൈയോടെ പിടിക്കണം. അങ്ങനെ ഒരു കള്ളനെ പിടിക്കാൻ നിൽക്കുന്ന പോലീസുകാരൻ്റെ ആ ഒരു മനോഭാവത്തോടെ അച്ഛൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ പോയി നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നു. അച്ഛൻ മേശയുടെ മുകളിലൊരു പച്ച ഇരുമ്പിൻ്റെ മേശ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ച് വെച്ചിട്ട് അച്ഛൻ കണ്ണടച്ച് ശുശു എന്നെന്തല്ലോ പറയുന്നുണ്ട്. എനിക്കതൊന്നും മനസ്സിലായില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛൻ ഈ ശൂശു വെച്ച് പറയുകയാണ്, 14,000 രൂപയുടെ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു യുവാവ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ, ഞാൻ അച്ഛൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, കാരണം അച്ഛനെ കൈ കൊണ്ടിങ്ങനെ തൊടാം എന്നുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഭക്തിയോടുകൂടി കൈയൊക്കെ കൂപ്പി വളരെ വിനയത്തോടു കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് വിനയോ ഭക്തിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനെ ഇപ്പോൾ പിടിക്കുന്ന ഞെക്കാനുള്ള കണ്ടീഷനിൽ ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഈ 14,000 കടബാധ്യതയുള്ള പയ്യൻ ചാടി കൈവന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, ആ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവൻ കൈ താത്തി. വീണ്ടും അച്ഛൻ കണ്ണടച്ച് വീണ്ടും ഒരു ശുശു എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, മകൻ നഷ്ടപ്പെട്ടൊരമ്മ. അപ്പോൾ പ്രായമുള്ളൊരമ്മച്ചി, അത് കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ആ അമ്മച്ചി കൈവന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മകൻ ബോംബെയിലുണ്ട്, ഉടനെ വരികയില്ല, വരാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അച്ഛൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് നൈസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും അച്ഛൻ കണ്ണടച്ച് ശുശു എന്ന് വെച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതിമാരെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു. അപ്പോൾ അതെനിക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നൊരു പെണ്ണുങ്ങൾ കൈവന്തിച്ചു. അങ്ങനെ കൈവന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത, കാരണം ഇത് സ്റ്റേജിൽ പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളിലിരിക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ഓർക്കാം. ഇത്രയും ആളുകളെ കൊണ്ടുവന്നിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവരുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ആ സമയത്ത് അവിടെ കയറുന്നു എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ വെച്ച് എന്താ വന്നു, ഇദ്ദേഹം ഇത്ര വലിയ ആളാണ്, എന്നാൽ പിന്നെ എൻ്റെ കാര്യം ഇവിടെ പറയട്ടെ എന്നെൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന അതേ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുകയാണ്, നിരീശ്വരവാദിയും യുക്തിവാദിയായ മകനെ കർത്താവ് വിശ്വാസം നൽകി അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഭയങ്കര അത്ഭുതം ഇതായിരുന്നു. എന്നെപ്പോലെ വേറെ ഏതോ ഒരുത്തിന് ഇതിനകത്തുണ്ട്, അവനിപ്പോൾ കൈവന്തിക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ കൈവന്തിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. ഞാനും നോക്കി. എൻ്റെ മനസ്സിൽ എന്നെപ്പോലെ ഏതോ ഒരുത്തിന് ഇതിനകത്തുണ്ടല്ലോ, അവൻ കൈവന്തിക്കുമെന്ന് വിചാരിച്ച് ഞാനും നോക്കി, ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു സമയം കുറച്ച് സ്റ്റക്കായി. പെട്ടെന്ന് അച്ഛൻ വീണ്ടും കണ്ണടച്ച് വെച്ച് വീണ്ടും ശുശ്രൂഷ വെച്ച് പറയുകയാണ്, ശരീരത്തിൻ്റെ വലതുവശത്ത് മുഴയുള്ള വ്യക്തിയാണ്, ആ വ്യക്തി കൈവന്തിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ചാടി കൈവന്തിച്ചു. അങ്ങനെ കാരണം എൻ്റെ കഷ്ടത്തിന് നേരം മുഴയുണ്ട്, ചെറിയ മുഴയാണ്, പക്ഷെ അത് ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോയി ക്യാൻസർ എല്ലാം എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ കൈയൊക്കെ കെട്ടിയിരിക്കുമ്പോൾ ഈ മുഴ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനൊരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഈ മുഴ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ കൈവന്തിച്ച് പെട്ടെന്ന് എനിക്കൊരു ചമ്മലായിപ്പോയി, കാരണം കുറച്ച് സമയം നമ്മളെ കൊണ്ടും ബുദ്ധിമുട്ടായല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, എനിക്കൊരു ടെൻഷൻ വന്നു. ടെൻഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇതെങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളതാണ് എൻ്റെ ചിന്ത. എൻ്റെ കാര്യം, അന്ന് ഫോണൊന്നുമില്ല, മൊബൈൽ ഫോണൊന്നുമില്ല, കാരണം അന്നത്തെ കാലത്ത് ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ വലിയ പണിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ കയറിയിട്ടുണ്ട്, ഞാനൊരു നിരീശ്വരവാദിയാണെന്നും എൻ്റെ ഇവിടെ മുഴയുണ്ടെന്നും വിളിച്ച് പറയണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറയണം, ഇല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ, പരിചയക്കാർ, അങ്ങനെ ആരെങ്കിലും എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ടാകണം. അങ്ങനെ ഒരു സംഭവമോ സാധ്യതയോ ഒന്നുമില്ലാത്ത ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഞെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് അങ്ങ് മാറി. കാരണം എനിക്ക് അടിക്കാൻ വന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്നറിയാമോ, അച്ഛൻ മാജിക്ക് എന്തോ കാണിക്കാൻ പോവുകയാണ്, അപ്പോൾ കൈയോടെ പിടിക്കാനുള്ള ഒരു ആവേശം കൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് എന്നെ ഫീൽ ചെയ്തു. പിന്നെ സത്യത്തിൽ എനിക്ക് എൻ്റെ മൈൻഡ് അങ്ങ് അബ്സെൻ്റായിപ്പോയി. എല്ലാവരും ഇറങ്ങുന്ന കൂട്ടത്തിൽ അച്ഛൻ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് ടെൻഷൻ, ഇതെങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു. ഞാൻ നടന്ന് തിരിച്ച് ഹോളിലേക്ക് ഇങ്ങനെ കിടന്ന്
അങ്ങനെ ഡോർമെറ്ററിയിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ദൈവവിശ്വാസം വന്നു. എനിക്കൊരൊറ്റ കാര്യം മനസ്സിലായി, ദൈവമുണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, അന്ന് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി കുപ്പായൊക്കെ കഴിഞ്ഞ് ഞാൻ മുഴ തൊട്ട് നോക്കുമ്പോൾ ആ മുഴ കാണുന്നില്ല. ആ മുഴ അപ്രത്യക്ഷമായിപ്പോയി. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ ആ ബാത്റൂമിൽ മുട്ടുകുത്തിയെന്ന് ആദ്യമായിട്ട് ദൈവമേ എന്ന് വിളിച്ചു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ദൈവം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നു, ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു സ്വർഗ്ഗസ്വനായ പിതാവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് തന്നെ അയ്യോവാവേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നിലവിളിക്കുന്ന കർത്താവിന് പിന്നെ വേറൊരു ദൈവം ഉണ്ടെങ്കിൽ പിന്നെ അതായിരിക്കുമല്ലോ ദൈവം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ, എൻ്റെ സുഹൃത്തുക്കൾ മുസ്ലിം ആയിരുന്നു, കൂടുതൽ പേര് മുസ്ലിം സുഹൃത്തുക്കളാണ്. ഒരു ഫൈസലുണ്ട്, റഫീഖുണ്ട്, ഒരു കബീറുണ്ട്. അങ്ങനെ ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് എൻ്റെ കമ്പനി. ഞാൻ തലശ്ശേരിയിലാണ് ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരൊക്കെ നല്ല വിശ്വാസികളാണ്. എനിക്ക് മുസ്ലിം വിശ്വാസത്തോട് ഒത്തിരി താല്പര്യമൊക്കെ തോന്നിയൊരു കാലഘട്ടമാണത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഇവരായിരിക്കും ദൈവത്തിൻ്റെ ആളുകൾ, ദൈവം സൃഷ്ടിച്ചവരാണ്. അത് ഇവന്മാരെന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബൈബിള്, ഒറിജിനൽ ബൈബിളില്ല, മൊത്തം പോയി, ഇനി ബൈബിളേ ഇല്ല. ഇതാണ് ആ ബൈബിളിൻ്റെ കാലഘട്ടപ്പെട്ടു, ഇതാണ് ഒറിജിനൽ ദൈവം, അള്ളാഹു എന്ന് പറഞ്ഞ ദൈവമാണെന്നാണ് അവർ പറയുന്നത്. നേരിട്ട് ഇറക്കി തന്നതാണ്, പിന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്കിത് വിശ്വസിക്കാൻ തോന്നി. അങ്ങനെ ആ വിശ്വാസം കൊണ്ട് ഞാനിങ്ങനെ അവരെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിനെക്കുറിച്ച് നന്നായിട്ട് ഒരു ബോധ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു കല്യാണത്തിനൊക്കെ പറഞ്ഞു വന്നു, ഗൾഫിൽ കൊണ്ടുപോകും, ജോലി കിട്ടും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ പോയപ്പം വീട്ടിൽ അമ്മ സമ്മതിച്ചില്ല. അമ്മ സമ്മതിക്കാതെ വന്നു. അങ്ങനെ അമ്മയായിട്ടൊരു മാനസികമായിട്ടൊരു വിഷമം വന്നു. അങ്ങനെ വിഷമം വന്നു കഴിഞ്ഞപ്പം അമ്മേനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ ഒരു ധ്യാനത്തിന് വാ, എന്നിട്ട് നീ മുസ്ലിം ആവുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അടുത്ത് ആ ഒരു വാക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുക, പിന്നെ ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോകുന്നതിന് എന്താ. അങ്ങനെ ഞാൻ വീണ്ടും ആ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഞാൻ രണ്ടാമതും വീണ്ടും ഒരിക്കൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തുകയും, അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അന്നത്തെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട ഒരു സുലൈമാൻ ബ്രദർ, ഞാൻ ഹിന്ദു മുസ്ലിം ആണെന്ന് കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യാനി മുസ്ലിം ആണെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു മുസ്ലിം ക്രിസ്ത്യാനി ആണെന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇസ്ലാം മത വിശ്വാസപ്പെട്ട ഒരാൾ അവിടെ ഡിവൈൻ ധ്യാനത്തിൽ ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ് ഞാൻ പങ്കുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാണ്ട് സ്പർശിച്ച് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഇസ്ലാം മതത്തെക്കുറിച്ച് തന്നെയാണ്, ഖുറാനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിൽ കയറാം, ഒരു മനുഷ്യൻ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പള്ളിയിൽ കയറാം, ഒരു മനുഷ്യൻ ഹിന്ദു ആണെങ്കിലോ മുസ്ലിം ആണെങ്കിലോ ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് കോലക്കാരനാണെങ്കിലും ആരായാലും, കുടിച്ചിട്ടും കുഷ്ഠരോഗിയാണെങ്കിലും കുളിക്കാത്തവനാണെങ്കിലും എത്ര വലിയ കഠിന പാവിയാണെങ്കിലും ഒരു മയവുമില്ലാതെ ഏത് ആളുകൾക്കും വിളിക്കാൻ പറ്റിയ ഒരേ ഒരു ദൈവമുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവിൻ്റെ ആലയത്തിൽ ആർക്കും കയറി ചെല്ലാമെന്ന് പറഞ്ഞ് പുള്ളി ഒരു സന്ദേശം നൽകി. എന്നെ അത് വല്ലാണ്ട് അമ്പരപ്പിച്ച് കളഞ്ഞു. കാരണം അങ്ങനെയല്ല, യേശുക്രിസ്തു പറയുകയാണ് ഞാൻ സകല മർത്യരുടെയും കർത്താവാണെന്ന്. അങ്ങനെ പറഞ്ഞൊരു ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ ചിന്തിപ്പിച്ചത് ഈ മനുഷ്യൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി. അതായത് ഒരു വലിയ കിണറിലേക്ക്, ഒരു ചെളിക്കുഴിയിലേക്ക് ഒരാൾ വീണുപോയി. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ആ വീണ് കിടക്കുന്നത് ചെളി, അതൊരു പാപത്തിൻ്റെ ചെളിക്കുഴിയാണ്. ആ പാപത്തിൻ്റെ ചെളിക്കുഴിയിലേക്ക് യേശുക്രിസ്തു നടന്നു വന്നിട്ട് യേശുക്രിസ്തു താഴേക്ക് ഇറങ്ങിയിട്ട് ഇവനെ പിടിച്ച് കരയിലേക്ക് കയറ്റി. എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ് നീ രക്ഷപ്പെട്ടോടാ, നീ രക്ഷപ്പെട്ട് നീ ജീവിക്ക്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചുകൊള്ളാം. അങ്ങനെ പറഞ്ഞ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ ഈ മുസ്ലിം സഹോദരൻ്റെ ആ വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു. അങ്ങനെ ഈ ഞാൻ പോയി സുലൈമാനെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ സുലൈമാൻ്റെ ചരിത്രങ്ങളും സാക്ഷ്യങ്ങളും വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. പിന്നെ എനിക്ക് അന്ന് നല്ലൊരു കൗൺസിലിംഗ് കിട്ടി. ആ കൗൺസിലിങ്ങിലൂടെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കൗൺസിലിങ്ങൊക്കെ. നമ്മൾ 8 കൊല്ലം മുമ്പ് ഒരു ആളുമായിട്ട് അടികൂടി, രാജൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ അടികൂടിയ രാജൻ്റെ കാര്യം ഈ കൗൺസിലിംഗുകാരൻ പറയുക അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുപോലെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യേശുവിൻ്റെ രൂപങ്ങളും മണ്ണിൻ്റെയും ഇതിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് ഈ പെന്തക്കോസ്തക്കാരുടെ ഇതിനകത്തായതുകൊണ്ടും ഏകദൈവവിശ്വാസത്തെക്കുറിച്ച് ഇസ്ലാം മതം പഠിപ്പിച്ചതുകൊണ്ടും രൂപങ്ങളും വിഗ്രഹങ്ങളും വെക്കരുതെന്ന് ബൈബിളിൽ എഴുതി വെച്ചതുകൊണ്ടൊക്കെ ഇതിൻ്റെ മുകളിൽ നോക്കി പ്രാർത്ഥിക്കാൻ ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഈ രൂപം ശരിയാണോ, ഇത് ഒറിജിനലാണോ? അപ്പോൾ കാരണം കരുണയുടെ രൂപത്തിലെ യേശു അല്ല തിരുഹൃദയത്തിൻ്റെ രൂപത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. അപ്പോൾ ഈ ഒറിജിനൽ ഏതാണെന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ദർശനവരാണെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ദർശനം കാണിച്ചതാണ്, ദർശനം വരവൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം കാണിച്ചു തരികയാണ്. ഒരു വലിയ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച ഒരു 3 നില കൊട്ടാരം, അതിനുശേഷം ഒരു രാജാവ് നടന്നു പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജെറുസലേം ദേവാലയത്തിൽ യേശുക്രിസ്തു ഒരു ചുരുളെടുത്ത് വായിച്ചിട്ട് പറയുകയാണ് ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയായി. ഇത്രയും ഭാഗങ്ങളാണ് കാണിച്ചു തന്നത്. എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയുകയാണ് അന്നത്തെ കാലത്ത് 3 നില കൊട്ടാരങ്ങളുണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് ചിത്രപ്പണികളോട് കൂടിയ
വസ്ത്രങ്ങളുടെ രാജാക്കന്മാരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എഴുത്തും വായന ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, 2000 വർഷം മുമ്പ് എഴുത്തും വായന ഉണ്ടായിരുന്നതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1600 വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജീവിച്ചതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പുസ്തകം യേശു എടുത്ത് വായിക്കുക. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയിട്ട് 200 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ, ഈ ഇത്രയും കാലഘട്ടത്തിന് മുമ്പ് അന്ന് ജെറുസലേമിൽ യേശു ജീവിച്ച ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രത്തിൻ്റെ വളർച്ച അതെന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ എന്നിട്ട് കർത്താവ് പറയാണ്, അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നൊരു ചിത്രകാരൻ നിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ അത് ഒറിജിനൽ ആവുമെങ്കിൽ അന്നത്തെ കാലത്ത് യേശുവിൻ്റെ ചിത്രം വരച്ചാൽ ഒറിജിനൽ ആവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആകും. എന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്നാലും ഇത് യേശുവാണെന്നെന്നാൽ ഇത്ര ഉറപ്പ്, ഒറിജിനൽ ആവണ്ടേ? അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും ഞാനൊരു സംഭവം കാണും. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ട കറുത്ത ബോർഡ്, ആ കറുത്ത ബോർഡിലേക്ക് ഒരു വട്ട കണ്ണട, പിന്നെ ഒരു മൊട്ടത്തല, പിന്നെ ഒരു സൈഡിൽ ഒരു ഷാള്, പിന്നെ സൈഡിലൊരു വടി. ഈ വടി ഇങ്ങനെ വരച്ച് തീരുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് അത് ഗാന്ധിജിയാണെന്ന്. അങ്ങനെ ഗാന്ധിജിയാണെന്ന് ഞാൻ പറഞ്ഞു തീർന്ന ഉടനെ മറ്റൊരു സംഭവം കാണുകയാണ്. ഒരു സ്ക്രീന്, ആ സ്ക്രീനിലേക്ക് പരസ്യത്തിലെ ഒരു ചിത്രത്തിൽ ഒരു റിബൺ കടന്നു വരുന്നത് പോലെ ഒരു 3 റിബൺ. ഒന്ന് നീല കളറാണ്, ആ നീല കളർ 3 നീല കളറാണ്, ഒന്ന് വലിപ്പം കൂടുതലുണ്ട്. ആ കളർ ഇങ്ങനെ കറങ്ങി വന്ന് ഒരു സ്ത്രീ പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് അത് മദർ തെരേസയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് നിർത്തുമ്പോൾ എന്നോട് കർത്താവ് ചോദിക്കുക, ഇത്ര അവ്യക്തമായിട്ട് ഈ സംഭവം ഇത് ഇന്നതാണ്, ഇന്നയാളാണെന്ന് നിനക്ക് തിരിച്ചറിയാമെങ്കിൽ ഈ കുരിശ് കാണുമ്പോൾ അതെൻ്റെയാണെന്ന് പറയാൻ നിനക്കെന്താ എത്ര മടി? ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷിച്ചൊരു സംഭവം. ഓരോ പ്രാവശ്യം നിരീശ്വരവാദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഈ ലോകത്തെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേറൊരാൾ വന്നിട്ടില്ല. അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ആ പരിഹാരത്തിൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ പാപത്തിന് പരിഹാരമായി. ഇത് നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടൊന്നുമല്ല, നമ്മൾ കുറേ പ്രാർത്ഥിച്ചതുകൊണ്ടോ കൊന്തയില്ലതുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് നമ്മളത് നേടിയെടുക്കേണ്ടത്. അതിനുശേഷം ദൈവത്തോടുള്ള സ്നേഹം, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ, കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ, അങ്ങനെ ഒരു മനസ്സാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇനി നാളെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാമോസ സ്വീകരിച്ചത് ലോറൻസ് പിതാവാണ് മാമോസ മുക്കിയത്. ഇപ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ്. അത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ് എല്ലാ വലിയ നോമ്പിനും. പിന്നെ എൻ്റെ സ്വന്തം ബിസിനസ്സുണ്ട്, അതായത് ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ആർക്കിടെക്ചർ വർക്കൊക്കെ ചെയ്യുന്നു, വലിയ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ പഠിച്ചതല്ല, കർത്താവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. അത് ചെയ്യേണ്ടത് കർത്താവ് പരിശുദ്ധാത്മാവ് വഴി സംസാരിക്കും. ഇങ്ങനെ ചെയ്യാൻ ഓരോന്ന് ചെയ്യുന്നത് വരച്ച് ചിത്രത്തിൽ കാണിച്ചു തരുന്ന പോലെ കാണിച്ചു തരും. അങ്ങനെ ചെയ്യുന്നു. ദൈവം കൊണ്ടു നടക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വളരാൻ സഹായിച്ചത് എൻ്റെ അമ്മയാണ്. ഈ ശംശയ്ക്ക് സ്തുതി.